ഈ ജാസിയുടെ ഗർഭം, ജാസിയുടെ സർജറി, ഇത് ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ പോകുന്നൊരു ടോപ്പിക്കാണ്. ഞാൻ ഇത്രയും ദിവസം ഈ വിഷയം എടുക്കണ്ടല്ലോ, എന്തിനാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്നുള്ളത് എനിക്ക് നിൽക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കൈവിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തു വെച്ച് ചെയ്യുന്നത്. കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അല്ല, ഇത് കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എന്ത് പറയുന്നു എന്നുള്ളത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഹെലൻ, ഞാൻ ഡൂഡെന്ന് വിളിക്കുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ജാസി വിളിച്ചിട്ട് വീഡിയോ കോളിൽ സർജറി ചെയ്തത് കാണിച്ചു കൊടുത്തു. ഞാൻ ഇത്രയും ദിവസം ഈ കണ്ടന്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ കണ്ടന്റ് ചെയ്യാനുള്ള ഒരു റീസൺ തന്നെ ആ ഒരൊറ്റ പെർട്ടിക്കുലർ കാര്യമാണ്. ഇപ്പം ഞാൻ ഡൂഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹെലനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പരിപാടിയാണ്. ചിലപ്പോൾ ജാസിക്ക് പറയാണ്ടാവുക, എന്നെ ഇത്രയൊക്കെ വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്ത ആളുകൾക്ക് ഞാൻ തെളിവ് കാണിച്ചു കൊടുക്കും. ഒരാളെ വിളിച്ച് വീഡിയോ കോളിൽ തുണി നോക്കി കാണിച്ചു കൊടുക്കണോ? തെളിവ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബില്ല് അയച്ചു കൊടുത്താൽ പോരെ. ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചിട്ട് ജാസിയുടെ സർജറി കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇറലവൻ്റ് ആണ്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്, ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലിൽ അതിന് റിപ്ലൈ കൊടുക്കാനും പാടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ആ ടോപ്പിക്കൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ ഇത് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രേക്ഷകരാണ്, റിയാക്ഷൻ ചാനലുകളാണെന്നൊക്കെ ജാസി ഒരു ലൈവിലിരുന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. ഇതിൻ്റെ ഒക്കെ റീസൺ ജാസി സ്വയമാണെന്നുള്ളത് ജാസി ആദ്യം മനസ്സിലാക്കുക. ജാസി ഇപ്പം എനിക്കറിയാം, ജാസീനെ ഞാൻ ഫോൺ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ ജാസീനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ ഫെൽറ്റ് റിയലി ബാഡ്. ഇപ്പോൾ സ്ത്രീ ആവണം, അമ്മയാവണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ആണ് പെണ്ണെന്നൊക്കെ വിട്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ പ്രൂവ് ചെയ്യാൻ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയുടെ ഒരു ടൈമാണ്. ഡിജിറ്റൽ ഒരു ഭയങ്കര വേറെ ഫേസിക്ക് AI ഒക്കെ വെച്ചിട്ട് പലതും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ദാറ്റ്സ് എ റോങ് എക്സാമ്പിൾ ടു സെറ്റ്. ഒരാളെ വിളിച്ചിട്ട് തുണിയൂരി കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ എന്ത് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, തുണിയൂരി കാണിച്ചു കൊടുക്കുക എന്ത് സാധനം ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അല്ല, സർജറി ചെയ്ത ഭാഗം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, അയാൾ ഏത് സിറ്റുവേഷനിൽ അയാൾ ഒപ്പം ആരുണ്ടോ എന്നൊന്നും നോക്കാതെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അട്രോഷ്യസ്ന്നേ പറയാനുള്ളൂ. അൺആക്സെപ്റ്റബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഇത് അൺആക്സെപ്റ്റബിൾ, ഭയങ്കര മോശം സാധനമായി പോയിട്ടാ. അപ്പം ഇനി ഈ വിഷയം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയാം. ജാസി തന്നെയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെന്ന് പറയുമ്പോൾ ആദ്യം ഒരു വാച്ച്, പിന്നെ ഒരു മാല, ഞാൻ ഇതൊക്കെ ഒരു ഓഡിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വാച്ച്, ഒരു മാല, ലെറ്റ് ഇറ്റ് ബി. കാരണം കോപ്പി വാച്ചസ് ഉണ്ട്, കോപ്പി ബ്രാൻഡ്സിൻ്റെ പല കോപ്പികളും യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്, സ്നേഹ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്നും ചില ബ്രാൻഡുകൾ വാങ്ങാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കോപ്പീസ് വാങ്ങിയിട്ട് നമ്മൾ സ്വയം സാറ്റിസ്ഫൈഡ് സാധനമായിട്ട് നിൽക്കും. അങ്ങനെ അത് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്തതൊരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട്, പ്രഗ്നൻ്റ് ആണ്, ഇത്ര മാസമാണ്. അപ്പൊ സർക്കാസ്റ്റിക് ആയിട്ടായിരിക്കും, അല്ല അത് ചോദിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ടാണ് പറയണത്, എല്ലാ സാധനവും ജാസിയായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്, എല്ലാ സാധനവും ജാസിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജാസി വന്നിട്ട് പറയുന്നത് അല്ല, ഇത് ബാക്കിയുള്ള എടുത്തുകൊണ്ട് വെച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് അല്ല, മോശമാണ് ആ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ജാസി ആ പ്രഗ്നൻസിന്റെ സാധനം പറഞ്ഞത് ഞാൻ അവിടെ വയ്ക്കാം. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി. ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്, സാരി എടുത്ത് വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ. ഞാൻ തമാശ പറയല്ലോ കേട്ടോ, നിങ്ങളിപ്പോൾ ചിരിക്കുന്നില്ലേ. നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ ഇപ്പൊ എനിക്ക് 5 മാറും, ഇനി ഞാൻ പോട്ടെ. കണ്ടോ, അതായത് ജാസി എന്നെ പറയാണ് ജാസി പ്രഗ്നന്റ് ആണ്, 5 മാസമാണെന്നൊക്കെ. ഇത് തമാശയാണ്, സർക്കാസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തമാശയോ സർക്കാസോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. ബിക്കോസ് അമ്മയാവാൻ ഇഷ്ടമുള്ള, സ്ത്രീ ആയിട്ട് മാറാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ഗർഭവും അല്ലെങ്കിൽ പ്രസവിക്കലൊക്കെ വെച്ചിട്ട് ഒരു തമാശ സർക്കാസം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് റിയലി ബാഡ്. അപ്പോൾ അതൊരു സർക്കാസമായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടോ പറഞ്ഞു എന്നുള്ള ജാസിയുടെ ഒരു എക്സ്പ്ലനേഷൻ അത് എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, വെരി സോറി. ഇനി അടുത്തത്, ഇങ്ങനൊരു കാര്യം പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ഓൾറെഡി ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെന്ന് സ്വയം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ നോർമലി ഒരു പെൺകുട്ടി വന്നിട്ട് തന്നെ വന്ന് പറയുകയാണ് ഞാൻ അമ്മയാവും. ഇപ്പോൾ ഒരു നോർമൽ കപ്പിൾ ക്രിയേറ്റർ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ്,
അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആവാൻ പോകണു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി അവിടെ ബിൽഡ് ആവും. ഒന്നും വേണ്ട, സ്നേഹയ്ക്ക് എന്നെ തിന്നോ അല്ലെങ്കിൽ ഗ്യാസ് വയറിലുണ്ടായിട്ടോ വയറ് ചാടി അല്ലെങ്കിൽ ടൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വയറ് ഉന്തിപ്പിടിച്ചൊരു ഫോട്ടോ ബ്ലോഗിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊക്കെ നമ്പർ ഓഫ് മെസ്സേജസ് വരിക, ഗർഭിണിയാണോ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിന് ഈ അടുത്ത് റീജുവനേഷന് വേണ്ടിയിട്ട് റാഹെ ചെന്നിട്ട് ഒരു മറ്റേ ട്രീറ്റ്മെന്റ് എന്തോ കൊടുക്കുന്നതിന്റെ പ്രൊമോഷൻ റീല് സ്നേഹ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചുമ്മാ ട്രോളാൻ വേണ്ടി ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് അത് ഇതാണ് എന്താ പ്രീ കെയർ ആണത്, പ്രീ ആൻഡ് പോസ്റ്റ് കെയർ ആണ്, പ്രഗ്നൻസി കെയറിന്റെ ഒരു സ്ഥലമാണ്. അപ്പോഴത്തേക്ക് ആളുകൾ കൺഗ്രാജുലേഷൻ തുടങ്ങി. സോ അത്രയും ക്യൂരിയസ് ആണ് ആളുകൾ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ. അതിൽ തന്നെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് ഓക്കെ ഇവരെങ്ങനെ പ്രഗ്നന്റ് ക്യൂരിയോസിറ്റി, ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഫ്ലെയർ ഇട്ട് കൊടുത്തത്, ഒരു തീ ആളി കത്തിക്കാനുള്ള തീപ്പൊരി ഇട്ട് കൊടുത്തത് നിങ്ങളാണ്. നിങ്ങളാ വന്നിരുന്നിട്ട് ഇത് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ആളുകൾ ഇത് പല രീതിയിൽ ചിന്തിക്കുകയാണ്. ഇതിപ്പോ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, മറ്റേ ഇപ്പൊ സർജറിന്റെ കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് വൺ ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഇവരെവിടെന്നെങ്കിലും ഒരു അഡോപ്ഷൻ ചെയ്ത് കാണും. ഓക്കെ, എനിക്കറിയില്ല അതർ മെത്തേഡ്സ് ഐ ഡോണ്ട് തിങ്ക് സോ വർക്ക് ചെയ്യുന്നുള്ളത്. മേ ബി ഒരു സർഗോസി പോലത്തെ ഒരു കാര്യം മേ ബി സർഗോസി ആഷിയുടെ കേസിൽ നടക്കുന്നുണ്ടാവും, ഐ തിങ്ക് സോ. അല്ലാത്ത പക്ഷം ഐ ഡോണ്ട് ലൈക്ക്, എനിക്കറിയില്ല. ഓക്കെ, അതിൻ്റെ ഒരു സയന്റിഫിക് സാധനങ്ങൾ ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് അഡോപ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഈ അഡോപ്ഷൻ ചെയ്യുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ട്രാൻസ് വുമൻ എന്നുള്ളൊരു ട്രാൻസ് വുമൻ കാർഡായിട്ട് ജാസി പോകേണ്ടി വരും കുട്ടീനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആസിക്കും ജാഷിക്കും ജാസിക്കും ആഷിക്കും കൂടി ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ലൂപ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അങ്ങനത്തെ ലൂപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി വാട്ട് ഇവരൊരു അഡോപ്ഷൻ സാധനം നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർ സറഗോസി ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരാൾ. ആ ചെയ്ത ആളുടെ കുട്ടീനെ ഇവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിലും പെയറിൽ ഏതെങ്കിലും ഒരാൾ എന്താവണം, ട്രാൻസ് വുമൺ ആവേണ്ടത്. അത് ഓബിയസ്ലി ജാഷി ആയിരിക്കും ആ ട്രാൻസ് വുമൺ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ജാസി സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്യേണ്ടി വരും അവർക്ക്. അപ്പൊ ടോപ്പ് ബോട്ടം ഒക്കെ സർജറി ചെയ്ത് അവർക്ക് കംപ്ലീറ്റ്ലി മാറി കഴിഞ്ഞിട്ട് പിന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ കേസിൽ. അതിനുള്ളൊരു ബിൽഡപ്പ്, അതിനുള്ളൊരു ഇതിലേക്കാണ് ഈ സാധനങ്ങൾ ലീഡ് ചെയ്യുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഓക്കെ, അതിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന് സ്ട്രെയിറ്റ് അവേ വന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മാത്രം എന്തുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള വിവേകവും ബുദ്ധിയുള്ള നാട്ടുകാരാണ് നമ്മളത്. പിന്നെ ഇല്ലാത്തവർ കുറച്ച് പേരൊക്കെ ഫേസ്ബുക്കിൻ്റെ ഏതെങ്കിലും മുക്കിലിരുന്നിട്ട് കുരച്ചിട്ട് പോകുന്നല്ലാതെ ഇത് അതിന് പകരം നാട്ടുകാർക്ക് ഇത് കാട്ടുതീയാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുക, പിന്നെ അത് എല്ലാവരും എടുത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പൊ കണ്ടന്റ് മിൽക്കിംഗ് എന്നുള്ള ഒരു പരിപാടിയാണ് ബേസിക്കലി ജാസി ചെയ്തിട്ടുള്ളത്. കണ്ടന്റ് മിൽക്കിംഗ് ആണത്. അതില് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറെ വീഡിയോസ് ഞാൻ അവിടെ സൈഡിൽ വെക്കാം. ഈ വയറ് പിടിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ്. എടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെന്തെങ്കിലും വഴിക്ക് കുട്ടി അഡോപ്റ്റ് ചെയ്ത് കാണും. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊരു ഡിസ്കഷൻ പോയിന്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ ബ്രെഡ് ആൻഡ് ബട്ടർ എവിടുന്നാണ് വരുന്നത്, സോഷ്യൽ മീഡിയ എന്നാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കൂടണമെങ്കിൽ വിസിബിലിറ്റി റീച്ചും കൂടണമെങ്കിൽ എന്താ, സെൻസേഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കണം. അപ്പൊ ഇതൊരു സെൻസേഷണൽ സാധനമായിട്ട് മാറുന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ബാക്കിയുള്ളവരെ വന്ന് ജാസി പറയുമ്പോൾ ജാസി സ്വയം ചിന്തിക്കുക, ഇതിനുള്ള സെൻസേഷണൽ വാല്യൂ ഉള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തത് ജാസിയാണ്. അല്ലാതെ ജാസിന്റെ വീട്ടിലേക്ക് ആകാശത്തുനിന്ന് മറ്റേ മാന്ത്രിക വീടിന്റെ മുകളിൽ മറ്റേ ഡ്രോൺ പറത്തി ബാക്കി ചാനലുകാർ കണ്ടുപിടിച്ച പോലെ ഏതെങ്കിലും ഇപ്പൊ ഒരു ഹെൽനോസ് പാർട്ടിയോ ബൈജു ചേട്ടനോ വിവിയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ജാസിന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ട് കണ്ടുപിടിച്ചൊന്നുമില്ലല്ലോ. നിങ്ങളായിട്ട് ഇട്ട് തന്ന സാധനങ്ങൾക്കാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്. എനിക്കറിയുന്ന ഇവരാരും സായിബാബയല്ല, ഞാനും അല്ല. അപ്പൊ നമുക്ക് സിക്സ് സെൻസിൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയില്ല. ഓക്കെ, അതായത് ഇവിടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ സാധനം വരുന്നത് നമ്മളായിട്ട് ഇട്ട് കൊടുത്ത സാധനങ്ങൾക്ക് റിയാക്ട് ചെയ്യുള്ളൂ. പ്രഗ്നൻസിന്റെ സാധനം അങ്ങനെ പോട്ടെ. അടുത്തത് ഓപ്പറേഷന്റെ കാര്യം, സർജറിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ തന്നെ ജാസി ഇട്ട വീഡിയോന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കും, അവനിൽ നിന്ന് അവളിലേക്ക്. എന്റെ സർജറി കഴിഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്റെ കൂടെ നിന്നവർക്കും ഞാൻ ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനിയും ആ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. ഇതാണ് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റില്. ഇതിനകത്ത് അവരെ ഭാഗത്തുനിന്ന് അവർ വെരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും, ഞാനിവിടെ ഏത് സർജറി ചെയ്തു എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പറയേണ്ട ആവശ്യമില്ല. അവനിൽ നിന്ന് അവളിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ് പേഴ്സണെ നോക്കിയിട്ട് ഒരു നോർമൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളെ എപ്പോഴും ചിന്തിക്കുക എന്താ, എന്നാലും ഇവർ അവനിൽ നിന്ന് അവളിലേക്ക്, അവർക്ക് ബോട്ടം സർജറി അവരുടെ തലയിൽ പോകുള്ളൂ.
അവരാരും എന്തെടുക്കാൻ പോകുന്നില്ല. അവരൊരു കോമൺ സെൻസ് ആണ്. ആരാണെങ്കിലും ഇത് വോട്ട് എടുക്കാൻ പോകുന്നു. ആരും ഇത് ടോപ്പ് സർജറി കഴിഞ്ഞതിന് ശേഷം ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, ഇത് ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് പറഞ്ഞു കൊടുക്കാതെ അതിന്നൊരു സെൻസേഷണൽ വാല്യൂ ഉള്ള ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രഗ്നൻസിന്റെ കാര്യം പറയുന്നു, പിന്നെ ഇത് എന്തിന്റെ ഓപ്പറേഷൻ ആണെന്നുള്ളത് പറയാതെ പറയണോ വേണ്ടെന്നുള്ളത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് അപ് ടു യു. ബട്ട് നിങ്ങളൊരു കാര്യം പബ്ലിക്കിൽ ഇടുന്ന സമയത്ത് യു ഷുഡ് ബി വെരി ഷുവർ അതിനൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ ഇടുന്നൊരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിന് മുകളിൽ 100 മാനങ്ങൾ, 100 പെർസ്പെക്റ്റീവ്സ്, 100 പോയിന്റ് അതിന് വേണം എന്നുള്ളത് കൊണ്ട് ഇടുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ ഇടുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച വെൽ വിഷേഴ്സ് ഉണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. ഞാനും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന്. പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച് കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഞാൻ പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന്. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളും ഉണ്ട്. എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിരുന്നു എൻ്റെ ഊർജം. എനിക്ക് എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജം നിങ്ങളായിരുന്നു. എന്തായാലും സർജറി കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എല്ലാ ഉമ്മമാരെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് താങ്ക് യു സോ മച്ച്. ഒറ്റ നോട്ടത്തിലൊരു കാര്യം പറയട്ടെ, വെൽ സ്ക്രിപ്റ്റഡ് മിസ്ലീഡിങ് ഷിറ്റ് വീഡിയോ. ഞാൻ ഇത്രയും ദിവസം ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പകുതി പ്ലേ ചെയ്യാനേ തോന്നുള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി പ്ലേ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളെ ലൈഫിൽ അത്രയും എന്താ പറയുക, അത്രയും വലിയൊരു മൊമെന്റ്. എനിക്ക് ഓക്കെ BGM ഇട്ടോ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നമ്മളൊക്കെ ചെയ്ത് കാണും, നമ്മൾ ലൈഫിലെ പല വീഡിയോസും. പക്ഷെ നമ്മൾ പറയുന്നത് എനിക്ക് അക്സെപ്റ്റബിൾ ആയില്ല ഈ വീഡിയോ ഫ്രം ജാസി, ബിക്കോസ് സ്ത്രീ ആയി എന്ന് പറയുന്നു, സ്ത്രീ ആവാനുള്ള ആഗ്രഹത്തിന് ഒക്കെ ശരി, എല്ലാം അക്സെപ്റ്റ് ചെയ്തു, എല്ലാം ഫൈൻ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് വുമൺ എന്നുള്ളൊരു സാധനം, ട്രാൻസ്ഫോർമിങ് ടു എ കംപ്ലീറ്റ് വുമൺ. ഒരു വുമൺ കംപ്ലീറ്റ് ആണ് എപ്പോഴും, ഒരു ഹ്യൂമൻ ബീങ് കംപ്ലീറ്റ് ആണ്. അല്ല, ഒരാണ് കംപ്ലീറ്റ് അല്ല, ഒരു പെണ്ണ് കംപ്ലീറ്റ് അല്ല, ഒരു ഹ്യൂമൻ ബീങ് തന്നെ കംപ്ലീറ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇവർ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് വുമൺ എന്ന് പറയുന്നത് അവർ ആ സാധനം അമ്മയാവുമ്പോഴാണല്ലോ എല്ലാരും പറയാ. നമ്മള് അതിങ്ങനെ ഒരു അമ്മ, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അത് എപ്പോഴും ആലോചിക്കും, ഒരു അമ്മയായ കംപ്ലീറ്റ്. അങ്ങനെ ഒരു ഡെഫിനിഷൻ സത്യം പറഞ്ഞുള്ളത് കംപ്ലീറ്റ് വുമൺ. എങ്ങനെ എത്രയോ അമ്മമാരില്ലേ ഇതേ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഡെഫിനിഷൻ ഉണ്ട്. അതൊക്കെ ബുൾഷിറ്റ് ആട്ടോ അങ്ങനത്തെ ഡെഫിനിഷൻ ഒക്കെ. അതിലേക്ക് എത്തിക്കാനാണല്ലോ ഇത് പെടാപാട് വേണ്ടത്. ഭയങ്കര എന്താ പറയാ, നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ, ഭയങ്കര സീന്. പിന്നെ വേറെ രസമുണ്ട്, ഒരാൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വയ്യാതെ എടുക്കുമ്പോ നിങ്ങൾ എന്നെ അപമാനിച്ചില്ല അങ്ങനെ ഇങ്ങനെ ഫുള്ള് പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി മിസ്ലീഡിങ് ആ, കംപ്ലീറ്റ് മിസ്ലീഡിങ് ബുൾഷിറ്റ് ആണിത്.
ഇത് ഇങ്ങനെ ഒരു സാധനം ഇട്ടതിന് ശേഷം പിന്നെ നാട്ടുകാർ നിങ്ങളുടെ പിന്നാലെ അത് അന്വേഷിച്ച് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്ന ഐറ്റം. പബ്ലിക്കിൽ ഇട്ട് എടുക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ 100 ഓഡിറ്റ് വരും. 100 ഓഡിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വിളിച്ച ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം. അതായത് ഇവള് നോണ പറഞ്ഞോ, കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ത്വര മൂത്ത് വിളിക്കുക. വിളിച്ചവരെ ഞാൻ പറയില്ല, കാരണം വിളിച്ചവർ അവരുടെ ക്യൂരിയോസിറ്റിന്റെ മൂത്ത് വിളിച്ചതാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഹോസ്പിറ്റലുകാരെ പറയും. കാരണം ഹോസ്പിറ്റലുകാർ വാട്ട് എവർ റീസൺ അവരൊന്നും പറയരുത്, ഒരു ഡീറ്റെയിൽസ് അവർ കൊടുക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. അവരുടെ എത്തിക്സിലുള്ളതാണ് നമ്മുടെ സ്വന്തം എന്തോ ആയിക്കോട്ടെ, അതിന് എത്ര കോൺട്രവേഴ്ഷ്യൽ ആയിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു സാധനം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെക്കപ്പ് ചെയ്യാൻ അടക്കം നമ്മളല്ലാതെ വേറെ ആൾ, നമ്മളെ ബൈസ്റ്റാൻഡർ അല്ലാതെ വേറെ ആൾ ഒന്ന് ചോദിച്ചാൽ ആ ഡീറ്റെയിൽസ് അവർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരതിനെ കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് ആ ഹോസ്പിറ്റൽ ചെയ്തത്. ഓക്കെ, ഭയങ്കര മോശം പരിപാടിയാണ്. ഇതിൽ നമ്മളെ ബൈജു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ വെക്കാം. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്, ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഇത് ബൈജു ചേട്ടൻ വിളിച്ചൊരു ക്ലിപ്പാണ്. ഇതിൽ ഹോസ്പിറ്റലുകാർ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സർജറി നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ബോട്ടം സർജറി ഇല്ല ആ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെ വേറൊരു വ്യക്തി വിളിച്ചൊരു വീഡിയോ ഉണ്ട്, ആ ഒരു ഓഡിയോ ഒരു 13 മിനിറ്റ് ചില്ലറയുള്ള ഒരു ഓഡിയോ ഉണ്ട്. അതിനകത്ത് എന്തിനാണ് ഹോസ്പിറ്റലുകാർ ഇങ്ങനെ കോൾ വരുമ്പോൾ അത് എന്റർടൈൻ ചെയ്ത് പിടിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. അവർ എന്തിനത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോസ്പിറ്റലുകാർക്ക് അങ്ങനെ എന്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അവർക്ക് ജസ്റ്റ് എന്താ ഇപ്പൊ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ജാസി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു, അതിന് മുകളിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെവിടെയും ഹോസ്പിറ്റലിനെ മോശമായിട്ട് ജാസിയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് ഏത് ട്രീറ്റ്മെന്റ് എടുത്തെന്ന് ഹോസ്പിറ്റലിന് പറയേണ്ട ആവശ്യമില്ല. അത് ആ ക്ലയന്റും ഹോസ്പിറ്റലും തമ്മിൽ, ആ പേഷ്യന്റും ഹോസ്പിറ്റലും കഴിയേണ്ട കാര്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ പലരും ക്യൂരിയോസിറ്റിയിലും ഉള്ള ഈ ക്യൂരിയോസിറ്റി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അതാ പറയാം, ഈ വിളിച്ചവരെ ഞാൻ കുറ്റം പറയുന്നത്. ഈ ക്യൂരിയോസിറ്റി ആരാ പ്രേക്ഷകർക്ക് കൊടുത്തത്? അല്ലെങ്കിൽ ഈ വിളിക്കാനുള്ള ആളുകൾക്ക് ഈ ഫ്യൂൽ ഇട്ട് കൊടുത്താരാ? ജാസിയാണ് ഇട്ട് കൊടുത്തത്. ജാസി ഇട്ട് കൊടുത്തൊരു കാര്യത്തിന് മുകളിലാണ് ഇവർ ഏറ്റുപിടിച്ചിട്ടുള്ളത്. എന്നിട്ട് ജാസി തന്നെ എല്ലാ വീഡിയോസിലും വന്നിരുന്നിട്ട് ഇവർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. എന്ത് നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ട്രോളിക്കോ, നിങ്ങൾ എന്നെ എന്ത് വേണേ പറഞ്ഞോ, നിങ്ങൾക്ക് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇനി റീച്ചിന് വേണ്ടി എന്നെ അത് പറയണമെന്ന് പറയുമ്പോൾ ആളുകൾ ഇനി ഇത് ചെയ്യില്ല ജാസി. ജാസി പറഞ്ഞു ഞാൻ അവിടെ വെക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അടുത്തും കൂടെ എൻ്റെ ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ്. ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെനിക്ക് അറിയില്ല, അതിനിപ്പോൾ അയാൾ വിളിച്ചത് തന്നെ ആയിരിക്കാം, കോളിക്കാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെക്കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഒന്ന് അത്. രണ്ടാമത് ഞാൻ സർജറി ചെയ്തു, അതും നാടകമാണ്. ഞാൻ സർജറി ചെയ്തില്ല, ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എന്താ പറയാ, പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു, എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അതാണ്, അതെ, എനിക്ക് അതാണ്. നിങ്ങൾക്കും ഒരു ഗുണം, എനിക്കും ഒരു ഗുണം അല്ലേ. നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാവുന്നത്, നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടും റീച്ച് ആവുന്നത്, എനിക്കും അതുകൊണ്ട് ഒരു ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്ന വളരെ നല്ല കാര്യം. കാരണം 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരുന്നത്. അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റതൊക്കെ പറഞ്ഞ് ട്രോളുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കേട്ടില്ലേ? ജാസിക്ക് ഈ പറയുന്ന ട്രോളുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ ജാസിക്ക് ഭയങ്കര എന്താ പറയുക,
ആ സെൻസിൽ ജാസി എടുക്കുള്ളൂ. ജാസിക്ക് അത് ഇപ്പോഴും ജാസിയുടെ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവര് അതവരുടെ നമ്മളെ ഉദ്ദേശം പോലുള്ളവർ അതാണ് നമ്മുടെ വീഡിയോ നമ്മളെ റീച്ചിന് വേണ്ടിയിട്ടും എന്നുള്ള സെൻസിലാണ് ജാസി പറയുന്നത്. യെസ്, ജാസിക്ക് അപ്പൊ മനസ്സിലാവുന്നുണ്ട് അല്ല അപ്പൊ അവരുണ്ട് ഈ വീഡിയോ കണ്ട പിന്നെ എന്തിനാണാവോ ഐഡിയ അതന്നെ. അവര് പറഞ്ഞതിൽ അതുണ്ട്, അവരും റീച്ചിനാണ്, ബാക്കിയുള്ളവരും റീച്ചിനാണ്, മനസ്സിലായോ? പക്ഷെ ഇത് റീച്ചിനുപരി ജാസി ചിന്തിക്കേണ്ട കാര്യം എന്താണ് പേഴ്സണലി? ഈ പ്രഗ്നൻസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ജാസി. സൊസൈറ്റിയിൽ ഇപ്പം കുട്ടികളില്ലാതിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ടാവും. ട്രാൻസ് കപ്പിളിന് വരെ കുട്ടിയെ കിട്ടുന്ന രീതിയിൽ ടെക്നോളജി മാറിയോ എന്നുള്ളത് ചിന്തിച്ച് അവർക്കൊരു ഹോപ്പ് മനസ്സിൽ ബിൽഡാവും. മനസ്സിലായി? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ജാസി ഈ വീഡിയോ കണ്ടെങ്കിൽ ജാസി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ഹോപ്പ് ഏതെങ്കിലും ഒരു കപ്പിളിന് ജാസിയുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അവർക്കൊരു സന്തോഷം കിട്ടി, അവർ ആ ഹോപ്പിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഡ്രീം തുടങ്ങുമ്പോൾ മുന്നോട്ട് കാണുന്നത് ഫുള്ളി ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ്. കാരണം ജാസി മുന്നോട്ടൊന്നും പറയുന്നില്ല. ജാസി വെച്ചിട്ട് ഫുള്ളാക്കാതെ ഒന്നും പറയാതെ തുടക്കം മാത്രം ഇട്ട് വെച്ച് പോയൊരു കാര്യം പലർക്കും ഹോപ്പുള്ള കാര്യമാണ്. ആ ഹോപ്പിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാസി ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. അത് ചെയ്തതിൽ എനിക്ക് ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ഞാൻ യോജിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പല ട്രാൻസ് കമ്മ്യൂണിറ്റികൾ, അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ, പലരും ഇതേപോലെ പല ടൈമിലായിട്ട് വന്നിട്ട് പ്രഗ്നൻസി റിവീല്, കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയവരുണ്ട്. അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്. ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ആണാവാനും പെണ്ണാവാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. അവരങ്ങനെ ഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ നോക്കും, ഒക്കെ ചെയ്ത് നടക്കുന്നവരുണ്ട്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനായി സൊസൈറ്റിയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മാറിയത്, ഇപ്പം അതിനുള്ള വഴിയുണ്ട് ഇല്ലേ? അത് തുറന്ന് പറഞ്ഞ്, അപ്പം ടോപ്പ് സർജറി ആണെങ്കിൽ ഞാൻ ഇന്ന ഹോസ്പിറ്റലിന് ഇന്ന സർജറി ഇന്ന സമയത്ത്, അതിൻ്റെ സ്റ്റെപ്പുകൾ ഇതാണ്. നിഗൂഢമായിട്ട് കൊണ്ടുവയ്ക്കേണ്ട ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഇടാതിരിക്കരുത്, മനസ്സിലായി? ഇടാതിരിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ഇത് അതിന് പകരം ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, ഇതെന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഓക്കെ, ഒരു ടോപ്പ് സർജറി ചെയ്ത ഒരാളാണെന്ന് വിചാരിച്ചു. ഒരു ടോപ്പ് സർജറിക്ക് മുന്നേ അയാൾ ചിലപ്പോൾ ഹോർമോൺസ് കഴിക്കുന്നത് നിർത്തണം, ചിലപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള ഒരു പോർഷൻ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഷേപ്പ് ചെയ്യേണ്ടി വരും. അതിന് കോസ്മെറ്റോളജിസ്റ്റ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സർജറി, സ്കിൻ വലിച്ച് ഇതാക്കിയിട്ടുള്ള സർജറികൾ ചെയ്യും. അതിൻ്റെ സ്റ്റിച്ചസ് ഉണ്ടാവും. അത് മാറിയതിന് ശേഷം വീണ്ടും പിന്നെ എന്ത് ചെയ്യണം, ഹോർമോൺസ് കഴിക്കണം. വീണ്ടും ഹോർമോൺസ് കഴിച്ചതിന് ശേഷം അവിടെ ഗ്രോത്ത് വന്നതിന് ശേഷം വീണ്ടും അത് കട്ട് ചെയ്യണം. ഒരു ലോങ് പ്രോസസ്സാണ് എന്നുള്ളത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് വീഡിയോ വേണ്ടത്. ഞാൻ അതാ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് വീഡിയോ വേണ്ടത്, അല്ലാതെ ആളുകളെ മിസ്ലീഡ് ചെയ്യല്ല വേണ്ടത്. മിസ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കോൺട്രവേഴ്സികൾ ഉണ്ടാവും. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ജാസിക്ക് ആവശ്യം മിസ്ലീഡ് ചെയ്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതാണ്. യു നെവർ നീഡ് എൻ എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് വീഡിയോസ്. നിങ്ങൾ അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, താല്പര്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നീല പച്ച കുയിലിൻ്റെ മുന്നിൽ വന്നിട്ട് കോൺട്രവേഴ്സി പുറത്ത് പറയാം. യൂട്യൂബ് ചാനലിലും കോൺട്രവേഴ്സി പറയാം. ഓക്കെ, കോൺട്രവേഴ്സി ഡിസ്കസ് ചെയ്തോ, പക്ഷെ അത് എഡ്യൂക്കേറ്റ് ചെയ്യാനാവണ്ടേ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട് അല്ലെങ്കിൽ സ്വത്വബോധം, ഇവർ പറഞ്ഞിട്ടുണ്ട്, സ്വയം സ്വത്വബോധം മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങളെ മനസ്സിലാക്കി തന്നത് നിങ്ങളുടെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ ഒരു ക്രിറ്റിസിസവും ആർക്കും കൊടുക്കാതെ വേറൊരു വ്യക്തിക്ക് അവരുടെ സ്വത്വബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇൻസ്പിറേഷനല്ലേ ആവണ്ടേ? ആ ഇൻസ്പിറേഷനായി അതൊരു എഡ്യൂക്കേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ജാസിയോട് പറയുന്നു, ജാസിക്ക് ചാനലിൽ ഈ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റീച്ചും കിട്ടും, ഇത്ര ഹെയ്റ്റും വരില്ല. അല്ലേ? സീരിയസ് ആയിട്ട് അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ടോ ഇങ്ങനൊരു വഴി അവളിൽ നിന്ന് അവളിലേക്ക് കൊടുക്കുക, സർജറി കഴിഞ്ഞു, പിന്നെ നമുക്ക് ആൾക്കാർ ചിന്തിക്കുക, പിന്നെ കമന്റ്സ് തരും. അവനിൽ നിന്ന് അവളിലേക്ക് ഫ്രം ഡേ വൺ, ദീസ് ആർ ഐ എം ഡൂയിങ് ഡെയിലി ബേസിസ്, ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ, ഇതാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്തത്. ഭയങ്കര എഡ്യൂക്കേഷൻ. ഇത് ഭയങ്കര എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ മലയാളത്തിൽ ആരും അങ്ങനത്തെ ഒരു സാധനം ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആവും, ഭയങ്കര റീച്ചായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇത്ര ഹെയ്റ്റ് വരില്ല. അപ്പോൾ ഈ എന്നെപ്പോലെ ഉള്ള അതർ റിയാക്ഷൻ ചാനൽസിന് എടുത്ത് വെച്ചിട്ട് നല്ലത് പറയാനുണ്ടാവുള്ളൂ ജാസിനെ കുറിച്ച്, മോശം പറയാനുണ്ടാവില്ല. അതൊന്നും ചിന്തിക്കാത്ത പരിപാടികളുണ്ടല്ലോ. ഇത് ലിറ്ററലി വാട്ട് യു വാണ്ട് ഈസ് കോൺട്രവേഴ്സി, ക്രിയേറ്റിംഗ് ഇറ്റ്. അത്രേ എനിക്ക് റീച്ച് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ മെയിനായിട്ട്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല. നമ്മൾ ചെയ്ത മേജർ സർജറികൾ, അത് ഈ സർജറി എന്നല്ല, അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ അത് പറയത്തില്ല.
അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ എത്തിക്സിന് ഭയങ്കര റോങ് ആണത്. അതൊരിക്കലും പറയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ റെനേ മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റെനേ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത്. ഹലോ അപ്പോൾ ഇയാൾ അതെ ഹലോ റെനേ മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി. അതെന്ത് സർജറിയാണ്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അത് റെനയാന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര റോങ് അല്ലേ അത് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ വെർജിൻ അല്ലേ എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയാ? അതേ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്രാൻസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന്. എന്താ പറയാ? പൊക്കി കാണിച്ചു കൊടുക്കണോ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? പൊക്കിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കണോ? ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല, ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്താലാണ് ആൾക്കാർക്ക് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കണ്ട. എന്താണ് ജാസി ഈ ലൈവിൽ തന്നെ പൊക്കി കാണിച്ചു കൊടുക്കണോന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് ഹെലനെ വിളിച്ചിട്ട് എന്തിനാണ് പിന്നെ കാണിച്ചു കൊടുത്തത്? ഞാൻ തമാശക്കാണെങ്കിൽ ഹെലനെ വിളിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. പിള്ളാച്ചൻ കണി കാണിച്ചു എന്ന് അറിഞ്ഞല്ലോ, ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാ വന്നേ? ചെയ്തിട്ടല്ലേ. പിന്നെ വേറൊരു കാര്യം, ജാസി പറയുന്ന ഈ ലൈവില് കുറെ വട്ടം പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഒരു കുട്ടിയോട് ചെന്ന് വിർജിൻ അല്ലേ ചോദിക്കുന്നത്. ഇത് വിർജിൻ അല്ലേ ചോദിച്ചാൽ എന്താ പ്രശ്നം? എനിക്കൊരു ഒഫൻഡഡ് ആയിട്ട് തോന്നുന്നില്ല അല്ലേ? പണ്ടൊക്കെയാണ് നീ വിർജിനാണ് ചോദിച്ചോ. ആണിനോടും പെണ്ണിനോടും വിർജിനാണോ? ബോഡി കൗണ്ട് എത്ര? സൊസൈറ്റിയിൽ കാഷ്വൽ ക്വസ്റ്റ്യൻ ആണ് കുട്ടികളുടെ ഇടയിൽ. ആ ജെൻസി വൈബിന്ന് ജാസി വിട്ടുപോയതുകൊണ്ടായിരിക്കും ജാസിക്ക് അതെന്തോ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നുന്നത്. ഒരു വിഷയമില്ല. ഒരാളോട് പോയിട്ട് ആർ യു വെർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഓർ നോ പറയാൻ അയാൾക്ക് താല്പര്യം അയാൾ പറയും, ഉത്തരം കിട്ടിയാൽ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഒഫൻഡഡ്. മനസ്സിലായോ? ഒന്ന്. പിന്നെ അത് എന്താ പറയുക, ചെറിയ കുട്ടികളോട് ചെറിയ കുട്ടികളോട് പോയി ചോദിക്കുന്നത് പിന്നെയും നല്ലത് മോശമാണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതും ഇതുമായിട്ട് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? ഒരാളോട് വെർജിൻ അല്ലേ എന്ന് ചോദിക്കുന്നതും ഒരു ട്രാൻസ്ജെൻഡറിനോട് നിങ്ങൾക്ക് എന്ത് സർജറി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നതും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, അതെങ്ങനെ ജാസി കണക്ട് ചെയ്തെന്നുള്ളത്. ഈ ജാസിൻ്റെ കേട്ടിൽ അത് കണക്റ്റഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി ആവും. ബിക്കോസ് ജാസിയാണ് ജനങ്ങൾക്ക് സർജറി കഴിഞ്ഞു അത് എന്ത് സർജറി എന്ന് പറയാതെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ജാസി പറയും ഞാനത് പറയേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ഇഷ്ടമല്ലേ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മിസ്ലീഡിങ് ആയിട്ടൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആളുകൾ അത് കണ്ടുപിടിക്കാനുള്ള ത്വരയിൽ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതുവരെ എന്ത് സർജറിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് കണ്ടുപിടിച്ച് തിരിച്ചു വരുമ്പോൾ അത് കണ്ടുപിടിച്ച് തിരിച്ചു വന്നവനോട് നീ കണ്ടുപിടിച്ചോ ഇന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾ അതാണ് ഇങ്ങനെ അവരെ കളിയാക്കിയിട്ടും ഹോസ്പിറ്റലിൽ പറയില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഇതാക്കി പറയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജാസിയുടെ കേസിൽ ജാസി അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കേണ്ടിയിരുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നു. അത് എഡ്യൂക്കേറ്റ് ചെയ്യാതെ ക്ലാരിറ്റി കൊടുക്കുക. അത് ആളുകളെ മുന്നിൽ ഇതേപോലെ റീച്ച് എന്നുള്ള രീതിക്ക് ആളുകൾ നിങ്ങൾ റീച്ചിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വയം റീച്ചിന് വേണ്ടി ചെയ്ത പരിപാടികൾ തിരിച്ച് ബേർഡനായിട്ട് തിരിച്ച് കറങ്ങി തലയിൽ വരുമ്പോൾ അല്ല അത് അവരെ എൻജോയ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് അവർക്ക് ഒരു കുഴപ്പമില്ലാത്തത്. കാരണം അവർക്ക് റീച്ച് വേണം, പേജ് കയറണം, എല്ലാം കയറണം തന്നെ ഉള്ളൂ. ഞാൻ അടുത്ത ഹെലന്റെ വീഡിയോ ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. ഹെലന്റെ വീഡിയോ ആർക്കെങ്കിലും പേഴ്സണലി പോയിട്ട് കാണേണ്ടത് കണ്ടോ, കുട്ടികളൊന്നും കാണിച്ചു കൊടുക്കണ്ട. അതേപോലെ പബ്ലിക് സ്ഥലത്ത് നിങ്ങൾ ഇയർഫോണൊന്നും വെച്ച് കേട്ടാൽ മതി, ലൗഡായിട്ട് കേൾക്കരുത്. കാരണം എല്ലാം വെട്ടി വെളിച്ചപ്പെടുന്നുണ്ട്, പരത്തി കളഞ്ഞു. എന്തായാലും ഇത് കേൾക്കാം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കാത്ത ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ. നീ ഈ വീഡിയോ ഇട്ടത് ഒരു മണിക്കൂർ മുന്നെയാണ്. കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണും അല്ല ആണും പെണ്ണും കെട്ടതും അല്ല പിന്നെ നികൃഷ്ട ജീവി. ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു നോക്ക് പോ. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു വില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ. കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത്
ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട ദുഷ്ടജീവി. ഇവരത് ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ നടന്ന് നെറ്റോട് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. ഹെലൻ സത്യം പറഞ്ഞാൽ ഈ പരിപാടി നിർത്തിപ്പോയതാ. കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇതിൽ റിയാക്ട് ചെയ്തതിന്റെ അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞ് പോയ ഒരാളാണ്. പക്ഷെ വീഡിയോ ഇട്ടിട്ട് വീണ്ടും പേര് പറയാതെ വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുമ്പോ ഇത്രയും ദിവസം ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കാണിച്ചു കൊടുത്തു വന്നു. ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇത് പബ്ലിക്കായിട്ട് ഇപ്പൊ ഒരു ഹെലനെ വിളിച്ച് നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ എഗെയിൻ അത് എന്തിനു വേണ്ടിയിട്ടാ? സിമ്പിൾ, ഇറ്റ്സ് ഫോർ കോൺട്രവേഴ്സി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ എത്രയോ ആളുകൾ സർജറി ചെയ്തതിന്റെ ആ പോർഷൻ മാത്രമല്ലേ, സർജറി കഴിഞ്ഞ പോർഷൻ സ്റ്റിച്ചസ് മാത്രമുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് ആ പോർഷന്റെ മാത്രം സ്റ്റിച്ചിന്റെ എടുത്തിട്ട് അതും ചെയ്യണമെന്നില്ല. നിങ്ങളെ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ നിങ്ങളെ സർജറി കഴിഞ്ഞ് അവിടുന്ന് ഡോക്ടർ ചെയ്യുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങും. അതെന്തായാലും ഫേക്ക് ആവില്ലല്ലോ. ഒരു ഡോക്ടർ റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫേക്ക് സാധനം തരില്ല. ക്രിയേറ്റ് ചെയ്താലും അത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ജെന്യുവൻ ആയിട്ടാണ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെഡിക്കൽ റെക്കോർഡ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ കംപ്ലീറ്റ്ലി മിസ്ലീഡ് ചെയ്ത ഒരു സാധനം വെച്ചിട്ട് ലാസ്റ്റ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെലനെ വിളിച്ച് തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ ഇതാണോ നിങ്ങളെ സ്ത്രീ ആവര്? അട്ടർലി ഡിസപ്പോയിന്റഡ് ജാസി. സീരിയസ് ആയിട്ട് പറയും. ഞാൻ പല സാഹചര്യത്തിൽ ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബട്ട് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൾട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയല്ല എക്സാമ്പിൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് മോശം പരിപാടിയാണ്. ഇഫ് യു ആർ ഹിയർ ടു എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാതെ മിസ്ലീഡിങ് ചെയ്ത് അതിന് കണ്ടന്റ് ഉണ്ടാക്കി മിൽക്ക് ചെയ്ത് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. നിങ്ങൾക്ക് കുറച്ചു കാലം അതും കൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ജാസി സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാസിയെ കാണുമ്പോൾ ആരും ഒന്നും പറയില്ല. ബാക്കിന്ന് ഇതാക്കും ആക്കാതിരിക്കില്ല. ചോദിക്കുമ്പോ തന്നെ മനസ്സിലാവില്ല. ഇതൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആണോ അതാണോ ഇതാണോ ഫോട്ടോ ഇടുള്ളൂ അത് ഇത് കാണിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തുവിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറെ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ പ്രസവിക്കുന്ന വേദന, ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ എനിക്ക് കാണുമ്പോന്നാ. ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്കതിനുള്ള യോഗ്യതയില്ല, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചവന് ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്കൽ മറ്റേ ഗർഭിണികളെ കളിയാക്കിയതവിടെ തീർന്നിട്ടില്ല, മനസ്സിലായില്ലേ?
അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണെന്ന് പോലും അവന് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ. പിന്നെ ഇവൻ ഈ തുറന്ന് കാട്ടിന്ന് പറയുന്നില്ലേ, ഇവന്റെ സിലിക്കോൺ 1 മില്യൺ അത് ഞാനായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോ ഇനി സപ്പോർട്ട് മൂട് താങ്ങുന്ന ടീമിനോടാണ്. ഇവനാണ് സ്ത്രീ ആവാൻ നടക്കുന്നവൻ. ഇവൻ സ്ത്രീ ആവാൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് ഒലത്തി അങ്ങ് കാണിച്ചു കൊടുക്കാനാണ്. ഇതേ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര റോങ് സാധനമാണ് ജാസി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഹെലൻ ഇപ്പൊ ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നതും ജാസിനെ പിടിച്ച് വലിച്ചിട്ടുകൊണ്ടുമാണ്. വലിയൊരു പൊട്ടല് പൊട്ടാളെ ഇനി എന്താ അറിയോ, ഹെലനോട് ജാസി കുറെ പേരുടെ പേരും സർജറി കഴിഞ്ഞതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിയില് ഇപ്പോ വളരെ വിസിബിലിറ്റിയില് വളരെ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈഫ് സ്റ്റൈലുള്ള കുറെ സെലിബ്രിറ്റി ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞവരുടെ കുറെ അധികം അവരുടെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ജാസി സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ജാസിക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം, ഒറ്റ വീഡിയോ ഇട്ട് പറഞ്ഞാൽ മതി. അതായത് ഞാനായിട്ട് ഉണ്ടാക്കിയ കോൺട്രവേഴ്സി, ഞാനായിട്ട് കത്തിച്ച തീയാണ്, എൻ്റെ സർജറി ഇന്ന സർജറി ആയിരുന്നു, ഇന്ന ഹോസ്പിറ്റലിലാണ്, ഞാൻ ഇന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനല്ല. നിങ്ങളെ കണ്ട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സ്വത്വബോധം, ഞാൻ എന്ത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഒരു ചിലരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരാൾ വന്ന് ഡിക്ലെയർ ചെയ്യാണ് ഞാൻ പെണ്ണാണ്, ഞാൻ പെണ്ണായി എന്നുള്ളത്. അവർ സ്വയം അതിലേക്ക് മാറുക. പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, മറ്റേ സർജറി, കാർഡ്, അതൊക്കെ വേറെ സ്കീം, മനസ്സിലായോ? ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ഇത് എവിടുന്ന് എങ്ങനെ ചെയ്യാം, എന്ത് കോസ്റ്റ് വരും, അതിനുള്ള ഫിസിക്കൽ ചലഞ്ചസ് എന്തൊക്കെ, ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള, മാറാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേര് സ്ട്രഗ്ലിംഗ് ഫേസിലുള്ളവരുണ്ട്. അവർക്ക് ഹെൽപ്ഫുൾ ആവും. അറിയാത്ത സൊസൈറ്റി, ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ കണ്ടാൽ കല്ലെറിയാനും തുപ്പാനും അടിക്കാനും നടക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. മാക്സിമം ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ ഇതൊക്കെയാണ് ഒരു ട്രാൻസ് വുമൺ ആവണമെങ്കിൽ സ്ട്രഗിളുകൾ ഇതൊക്കെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത പൊട്ടന്മാരൊന്നല്ല ഈ ആൾക്കാര്. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഇതൊന്നും അറിയാത്തോണ്ടാവും തോന്നുന്നു എനിക്ക് ഈ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അത് പറഞ്ഞു കൊടുത്താൽ അവരുടെ സാധനം ഫീൽ ചെയ്യാൻ അവർക്ക് മനസ്സിലാവും. ആ സ്ട്രഗിൾ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിന്ന് എന്ത് ചെയ്യാം, ഒരു മാറ്റം കൊണ്ടുവരാം. അതൊന്നും വേണ്ട, എനിക്ക് ലൈഫിൽ 10 പ്രോഗ്രാം കിട്ടണം, 1-2 ഉദ്ഘാടനം കിട്ടണം, അതിന് കുറച്ച് പ്രമോഷൻ കിട്ടണം, അതിന് വേണ്ടി 10 കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ലൈഫിൽ എന്നുണ്ടെങ്കിൽ അതെന്താ പറയുക, നമുക്ക് ലൈഫ് മീനിങ്ലെസ് ആവും. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഇപ്പൊ ഒരു വിസിബിലിറ്റി റീച്ച് ഒക്കെ കാണും, കുറച്ച് അത് ജാസിയല്ലേ സ്ഥിരം പരിപാടി, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ റീച്ചും പോവും, ഇങ്ങനെയൊക്കെ റീച്ചും പോവും. അപ്പൊ പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതിലേക്കാ നല്ലത് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാർ ബെറ്റർ. റെസ്പെക്റ്റ് ഉണ്ടാവും സൊസൈറ്റിക്കകത്ത്. അല്ലെങ്കിൽ ഇതേമാതിരി എല്ലാവരും പിടിച്ചെടുത്ത് വറുത്ത് അതിൻ്റെ മുകളിൽ പിന്നെ റിയാക്ട് ചെയ്ത് അങ്ങനെ പോകേണ്ടി വരും. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു, ജാസിക്ക് ഈ സാധനം ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. ബിക്കോസ് ജാസിയായിട്ട് തുടങ്ങി വെച്ചുകൊണ്ട് ജാസിയായിട്ട് തീർക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോകണം ഇതൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ സ്പാർട്ട പറഞ്ഞ പോലെ കയ്യിലുള്ള റെക്കോർഡ് കുറച്ച് ഇടുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വലിയ പ്രശ്നം. അതെ, അതൊക്കെ വലിയ ആൾക്കാർക്കും പറ്റും. പലർക്കും അത് വലിയ സീനായിരിക്കും. ജാസിക്ക് കിട്ടാൻ പോണ സാധനങ്ങൾ എന്താന്നുള്ളത് പിന്നെ കണ്ടറിയേ. കമ്മ്യൂണിറ്റിന്റെ അകത്ത് എന്റെ അറിവില് ജാസിക്ക് ഭയങ്കരമായ ഹെയ്റ്റും പ്രശ്നങ്ങളും ഉണ്ട്. ഇതും കൂടിയാണ് ആകുമ്പോഴത്തേക്ക് പറ്റ കൈവിട്ട് പോയ ഒരവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും ഞങ്ങൾ നിർത്തുകയാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് കുറച്ച് ആളുകളൊക്കെ എന്നോട് പറയണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നി ഹെലനെ വിളിച്ചിട്ട്. ഇന്ന് വരെ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല ജാസിന്റെ വിഷയം. പക്ഷെ ഇനി ഇന്ന് ഡൂഡിനെ വിളിച്ച് അങ്ങനെ ഒരു ആക്ട് ചെയ്തു എന്നുള്ളത് പുറത്ത്, ഡൂഡും അതും എപ്പോഴും ലൈക്ക് അന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നാണ് ഈ വീഡിയോ ഇടുന്ന സമയത്താണ് നമ്മളോടൊക്കെ പറയുന്നത്. അറിഞ്ഞപ്പോ ഇത് ഡെഫിനറ്റ്ലി സംസാരിക്കേണ്ട വിഷയമാണ്. ഇതൊരു കൈൻഡ് ഓഫ് അതും ജാസി പറഞ്ഞുകൊണ്ടാണ് സ്പാർട്ടപ്പെട്ടത്. അതൊരു മോശം പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഇതിലിപ്പോ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞത്. എഗെയിൻ ഇഷ്ടംപോലെ സമയമുണ്ട് ജാസിക്ക്, വേണമെങ്കിൽ റീചെക്ക് ചെയ്യാം കണ്ടന്റുകൾ എങ്ങനെയാണ്. ഈ കോൺട്രോവേഴ്സിന്റെ പിന്നാലെ തന്നെ പോകാനാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ ലൈഫ്. അത്രേ പറയാനുള്ളൂ. ഇത് ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പും ഉണ്ടാക്കില്ല.
കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയി പോകും. ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ ഒരു ഭയങ്കര മടുപ്പൊക്കെ വരുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ. ഓക്കെ.